എല്ലാവർക്കും നമസ്കാരം. അനുഭവത്തിലേക്ക് കടക്കാണ്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എല്ലാ ദിവസവും പറയുന്നത് അറിയാം. ഇനി വെള്ളിയാഴ്ചയ്ക്ക് ശേഷം മെമ്പേഴ്സിൻ്റെ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ കുറേ കാലത്തേക്ക് കേട്ടോ. അപ്പം അതുവരെ മാക്സിമം വായിച്ചു തീർക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എൻ്റെ ഉണ്ണിക്കണ്ണ, എല്ലാവരെയും കാത്തുകൊള്ളണേ. പ്രിയപ്പെട്ട ശ്രീകാന്ത് മോഹന്, ഞാൻ തങ്കമണി, റായ്പൂർ ഛത്തീസ്ഗഡിൽ നിന്നാണ്. ഞാൻ നേരത്തെ ഒരു അനുഭവം അയച്ചിരുന്നു കേട്ടോ. അത് മോൻ വായിച്ചിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ വേറെ ഒരു അനുഭവം എഴുതി അറിയിക്കുകയാണ്. ഞാൻ കണ്ണന് വാക്ക് കൊടുത്തിരുന്നു കേട്ടോ, ഇത് ത്രിമധുരത്തിൽ ഇട്ടേക്കാമെന്ന്. ഒരുപാട് താമസിച്ചു പോയി എഴുതാൻ. സംഭവം ഒരു ഏപ്രിൽ മാസത്തേതാണ്. മെയ് മാസത്തിലെ അവധിയായത് കാരണം മക്കൾ രണ്ടുപേരും ഫാമിലിയും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അറിയാലോ, കൊച്ചുമക്കൾ വന്നാൽ പിന്നത്തെ ബഹളം. അങ്ങനെ താമസിച്ചു പോയി. കണ്ണൻ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അനുഭവം ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതിയിരുന്നത് എനിക്ക് 2 മക്കളാണ് എന്നാൽ ആ കാര്യമൊക്കെയാണ്. ഒരു മോനും ഒരു മോളും. മോന് 2 ആൺകുട്ടികൾ, മോൾക്ക് 2 പെൺകുട്ടികൾ. മോളുടെ രണ്ടാമത്തെ മോൾക്ക് കഴിഞ്ഞ ഒരു വർഷമായി നെഞ്ചിലൊരു വേദന വരും. എപ്പോഴും ഇല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വരും. ഹോമിയോ ചികിത്സയാണ് അവർ കാണിക്കാറ്. അങ്ങനെ ഹോമിയോ ചികിത്സയായിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു അവസരത്തിലാണ് പിന്നീട് എല്ലാ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടോ ഒന്നുമില്ല. ഒരു നെഞ്ചത്ത് നീര് വീഴ്ചയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വേദന ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്നു. നെഞ്ചായിരുന്നത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഭയമായി. പിന്നെ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു. അദ്ദേഹവും എല്ലാ ടെസ്റ്റും നടത്തി. റിസൾട്ട് അതുതന്നെ. പക്ഷേ ഇടയ്ക്കിടെ വന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഏത് മാസത്തിലാണ് എന്നുള്ളത് എഴുതിയ കൃത്യമായിട്ടില്ല. വേറെ ഡോക്ടറെ കാണിച്ചു കേട്ടോ. ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. എല്ലാവർക്കും ഒരേ അഭിപ്രായം. പക്ഷേ കുട്ടിയുടെ അസുഖം വിട്ടുമാറുന്നില്ല. അപ്പോഴാണ് ഈ വർഷം ഏപ്രിലിൽ അവർ നാട്ടിൽ പോയത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ മോളുടെ ചെറിയച്ഛൻ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ, അവരെയും കൂട്ടി ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സീനിയർ മോസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ എല്ലാ ടെസ്റ്റുകളും CBC സ്കാനൊക്കെ ചെയ്തു. എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം വേറെ ഒരു ടെസ്റ്റ് സ്കാനിന് കൂടി പറഞ്ഞു. എല്ലാ ദിവസവും വിളിക്കുമ്പോൾ വിവരം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സ്കാനിൻ്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോളോടും ഭഗവാനോടും ഒക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണിത് പറഞ്ഞ് ഫലിപ്പിക്കുക? എനിക്കും കുഞ്ഞിനെ കാണണമെന്നുണ്ട്. ആൾ വളരെ മെലിഞ്ഞിട്ടാണ്. 12ാം ക്ലാസ്സിൽ +2-നാണ് പഠിക്കുന്നത്. മോള് പറഞ്ഞു, മമ്മി കരയാതെ, അവൾക്കൊരു പേടിയില്ല, മമ്മി കരഞ്ഞാൽ അവൾ വിഷമിക്കുമെന്ന്. പിന്നെ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. ഞാൻ പണ്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, എന്താണ്, ഭഗവാനുണ്ടല്ലോ. അങ്ങനെ 2 മണിക്കാണ് സ്കാൻ ഉണ്ടായിരുന്നത് കേട്ടോ. അവർ ഇറങ്ങി വിവരം എന്നെ അറിയിച്ചു. ഞാൻ രാവിലെ മുതൽ വിളിക്കും, ഉച്ചയ്ക്ക് പൂജയ്ക്കും ഒക്കെ ഭഗവാന്റെ മുമ്പിൽ തന്നെ ഇരിപ്പാണ്. ചെറിയ കുട്ടിക്ക് ഇത്രയും ഒരു സ്കാൻ ടെസ്റ്റൊക്കെ. ഞാൻ എൻ്റെ ഉണ്ണിക്കണ്ണനോട് പറഞ്ഞു, എൻ്റെ ഉണ്ണി മുത്തശ്ശിയുടെ പൊന്നുമോനെ, സ്കാൻ റിപ്പോർട്ടിൽ ഒന്നും കാണരുതേ എന്ന്. അങ്ങനെ സമയം 2ആയി 3ആയി. ഞാൻ പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ കണ്ണടച്ച് ഉണ്ണിക്കണ്ണനെ മനസ്സിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കുറേ കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുമ്പിലൂടെ ഒച്ച വെച്ച് പോകുന്നുണ്ട്. ഒരു കുട്ടി എൻ്റെ ശരീരത്ത് തൊട്ട് ഓടിപ്പോയി. എന്നിട്ട് പറയാണ്, അതിന് സ്കാൻ ഇല്ലല്ലോ എന്ന്. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് അവിടെ എങ്ങും ആരെയും കാണുന്നില്ല കേട്ടോ. ഞാൻ ചുറ്റുപാടൊക്കെ തിരഞ്ഞു, ആരെയും കാണുന്നില്ലല്ലോ. ഭഗവാനെ, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് മനസ്സിലായി അതെൻ്റെ ഉണ്ണി തന്നെയാണെന്ന്. എൻ്റെ ശ്രീമോനെ, എൻ്റെ ഒരവസ്ഥ ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കാനാണ് എനിക്കറിയില്ല. എനിക്ക് ശ്വാസം വിടാൻ പറ്റില്ലാത്തതുപോലെ തോന്നിയിട്ടോ. സമയം 3:30-4 ഞാൻ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ് മോളുടെ ഫോണിന് വേണ്ടി. 4:30 ആയപ്പോൾ മോള് വിളിച്ചു പറഞ്ഞു, മമ്മി സ്കാൻ ഇല്ലായിരുന്നു എന്ന്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. കേട്ടതും ഞാൻ വീണ്ടും എൻ്റെ കണ്ണന് മുമ്പിൽ ഒരു കോടി പ്രണാമം പറഞ്ഞു. എൻ്റെ ഉണ്ണിക്കണ്ണൻ ഈ മുത്തശ്ശിയുടെ വിഷമം അറിഞ്ഞു. ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞാൻ ഒരുപാട് നേർച്ചകൾ നേർന്നിരുന്നു. കുട്ടിയെ ഗുരുവായൂർ അമ്പലത്തിൽ വിടാമെന്നും മഞ്ചാടിക്കൊരു വായിപ്പിക്കാമെന്നും അങ്ങനെ ഒരുപാട് ഇവിടെയുള്ള അമ്പലങ്ങളിലേക്കൊക്കെ നേർച്ചകൾ നേർന്നിരുന്നു. ശ്രീകാന്തേ മോനെ, ചുരുക്കി വായിച്ചാൽ മതി കേട്ടോ. എനിക്കൊന്നും ചുരുക്കി എഴുതാൻ പറയാൻ അറിയില്ല കേട്ടോ. ബേസിക്കലി ഒരു ടീച്ചറല്ലേ, അതുകൊണ്ടാണ്. പിന്നെ മോനും ഒരു ടീച്ചറായിരുന്നല്ലോ, അതുകൊണ്ട് മോന് മനസ്സിലാവും എങ്ങനെയായിരുന്നു എന്നൊക്കെ. അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ എഴുതിയത് കേട്ടോ. വേറെ എന്താ വിശേഷം? പിന്നെ വളരെ സന്തോഷമാണ്. ഫാമിലിയായിട്ട് എല്ലാവരും ഗുരുവായൂർ വരും. ഞങ്ങളൊക്കെ ഈ ലൈനിൽ തന്നെയാണ്, ടീച്ചേഴ്സ് തന്നെയാണ്. അച്ഛൻ സ്കൂൾ അച്ഛമായിരുന്നു. പിന്നെ മോനെ, കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ടീച്ചറുടെ ആ സങ്കടം
ഇതിലുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ തപ്പിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ സ്പീഡിൽ എഴുതി എഴുതി വന്നപ്പോൾ ചില വാക്കുകൾ കൂട്ടെഴുത്തായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റിയതാണ്. പക്ഷേ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് മനസ്സിലാവുന്നു. എന്തായാലും ടീച്ചറോട് ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച വായിക്കുന്നതാണ്. അപ്പോൾ അറിയാതെ ഇത് കയറി വന്നു മുകളിലേക്ക്. അപ്പോൾ ഓരോന്നിനും ഓരോ യോഗം ഉണ്ടല്ലോ, അങ്ങനെയല്ലേ വായിക്കുക അല്ലേ? എന്താ കഥ? ഹരേ കൃഷ്ണ.